ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ഞാൻ രേഷ്മ. ഇന്ന് ഞാൻ പോപ്കോൺ എങ്ങനെ വീട്ടിൽ കുക്കറിൽ ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. സാധാരണ നമ്മൾ ഫിലിമിന് പോകുമ്പോഴും മോളിൽ പോകുമ്പോഴൊക്കെയാണ് പോപ്കോൺ വാങ്ങിക്കുക കഴിക്കുന്നതും. അപ്പോൾ എങ്ങനെ ഒരു ഡ്രൈ ചോളം കുറച്ച് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിൾ മെത്തേഡിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കുക്കറിലാണ് നമ്മൾ പോപ്കോൺ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ലോണം ചൂടായ ശേഷം കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. ഒരു സ്പൂൺ ബട്ടർ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് ചൂടാവട്ടെ. അപ്പോൾ നമ്മൾ പോപ്കോൺ വാങ്ങിക്കുന്നത് ഡ്രൈ ചോളം ആണ്. കണ്ടോ, ഇത് പാക്കറ്റിൽ നമ്മളിപ്പോൾ 1/2 കിലോൻ്റെ ഒരു പാക്കറ്റാണ് വാങ്ങിച്ചത്. അപ്പോൾ കുറേ പ്രാവശ്യം നമുക്ക് ഒരു 5-6 പ്രാവശ്യം നമുക്ക് ഈ 1/2 കിലോ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ലൂസായിട്ട് നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമ്മളത് ആ ബട്ടറിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ചൂടാവണം. നന്നായിട്ടൊന്ന് അങ്ങനെ വഴറ്റി കൊടുക്കുക. ഒരു 2 മിനിറ്റോളം നന്നായിട്ട് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഫ്ലേവറിന് ഞാൻ പിന്നെ കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. മുളക് പൊടി ഇടണവർക്കും ഇടാം. പിന്നെ അത് കാരമൽ പോപ്കോണൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഈ ബട്ടർ ഇട്ട ശേഷം അല്ലെങ്കിൽ പഞ്ചസാര ഇട്ട് ഒന്ന് കാരമലായ ശേഷം ബട്ടർ ഇടുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം ഇതുപോലെ പോപ്കോൺ ഇട്ടിട്ട് ചോളം ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ രണ്ടും വ്യത്യാസം. സംഭവം പോപ്കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. ഈ ഷുഗർ പേഷ്യൻസിനൊക്കെ ഭയങ്കര നല്ലതാണ്. പിന്നെ ഇതിൽ നമ്മൾക്ക് കൂടുതൽ തവിട് കളയാത്ത ധാന്യങ്ങൾ കഴിക്കണം അങ്ങനെയാണല്ലോ. അപ്പോൾ ഇതിൽ നന്നായിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ചില ആർട്ടിക്കിളിൽ കാണാറുണ്ട് പോപ്കോൺ നല്ലതല്ലാന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഉപ്പും പഞ്ചസാരയും കാരമൽ പോപ്കോണിലൊക്കെ നന്നായിട്ട് പഞ്ചസാരയുണ്ട്. അതുകൊണ്ടാണ് അത് ഹെൽത്തിയായി നല്ലതല്ല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ അത്ര അധികം ഉപ്പൊന്നും ഇടാതെ ചെയ്യാം. പഞ്ചസാരയും ഇടാതെ ചെയ്യുമ്പോൾ ഒന്നുകൂടി ഹെൽത്തിയാവും. കണ്ടപ്പോൾ ഓരോന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പൊട്ടി തുടങ്ങുമ്പോൾ കുക്കറിൻ്റെ ടോപ്പ് ഇട്ടിട്ട് നന്നായിട്ട് അടച്ചു വയ്ക്കാം. എന്നിട്ട് കുറച്ച് ഫ്ലെയിം കൂട്ടി വയ്ക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് പിന്നെ കുറച്ച് വയ്ക്കാം. അപ്പോൾ എന്താ പറയുക, അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഉപ്പും പഞ്ചസാരയും കുറച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടും പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഷുഗർ പേഷ്യൻസിനൊക്കെ ഇങ്ങനെ കഴിക്കാൻ പറ്റുന്നൊരു ഇതാണ്. ചോളം അവർ കഴിക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇങ്ങനെ കുലുക്കി കൊടുക്കുക. അപ്പോൾ പൊട്ടാത്തതൊക്കെ ഇങ്ങനെ താഴെ വന്ന് കിടക്കും. അപ്പോൾ നന്നായിട്ട് പൊട്ടി തുടങ്ങും. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് തുറന്ന് നോക്കാം. കണ്ടോ, എല്ലാം അങ്ങനെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. എന്നാലും ഇടയിൽ പൊട്ടാനുള്ളതൊക്കെ നന്നായിട്ട് അങ്ങനെ വിരിഞ്ഞ് വരുന്നുണ്ട്. കണ്ടോ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പോപ്കോൺ മെത്തേഡ്. അപ്പോൾ സിമ്പിളാണ്. ഇപ്പോൾ സാധാരണ ബട്ടറൊന്നും ഇല്ലെങ്കിൽ പോലും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്താൽ പോലും നല്ല എളുപ്പമായിട്ട് ഇങ്ങനെ കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ പോപ്കോണൊക്കെ ചെയ്ത് നല്ല ടേസ്റ്റാണ്. ബട്ടറും ഉപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ടുണ്ടാവും. കാരമൽ പോപ്കോണും നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ നല്ല ടേസ്റ്റായിരിക്കും. അവർക്കിപ്പോൾ ഹെൽത്ത് പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എല്ലാവരും കാണണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ